ഹലോ എവരിവൺ, എൻ്റെ പേര് ഡോക്ടർ ശ്രീദത്ത് മോഹൻ. ഞാനിപ്പോൾ നിംഹാൻസ് MD മാനസറോക ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എൻ്റെ കോച്ചിങ് ദ്രോണയിലാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹരിദാസ് സാറിനോടും ജയ് സാറിനോടും എൻ്റെ ദ്രോണ ഫാക്കൽറ്റിയോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കാരണം ഇന്ന് എനിക്കിവിടെ എത്താൻ പറ്റിയത് ദ്രോണയ്ക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത്. ദ്രോണ കാരണമാണ് എനിക്കിവിടെ എത്താൻ പറ്റിയത്. അപ്പോൾ എൻ്റെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അമൃത ആയുർവേദ കോളേജിൽ നിന്നാണ് BMS എടുത്തത്. അതിനുശേഷം എനിക്കൊരു PG വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ദ്രോണയിൽ ജോയിൻ ചെയ്തത്. ദ്രോണയിലത്തെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ടീച്ചേഴ്സിൻ്റെ ഗൈഡൻസോട് കൂടി തന്നെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എക്സാം എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, എത്രത്തോളം പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇപ്പോൾ കോഡ് ഇട്ട് പഠിക്കണം. അത് എനിക്ക് കോഡ്സൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം പല കാര്യങ്ങളും ഓർത്തിരിക്കാൻ എപ്പോഴും കോഡ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് നന്നായി സ്യൂട്ടായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി നമ്മൾ പഠിച്ച ടോപ്പിക്സ് എത്രത്തോളം നമ്മൾ തരവാണ്, എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്ക് സ്വയം വാലുവേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മുടെ മിസ്റ്റേക്സ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അതിനുശേഷം ഗ്രൂപ്പ്സ് മീറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൂടെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്, എങ്ങനെ ഓരോ ചോദ്യം അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ ഇൻസൈറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എപ്പോഴാണെന്ന് വെച്ചാൽ റെക്കോർഡ് വീഡിയോസ് കാണാം. അങ്ങനെ ഉണ്ട്. പിന്നെ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഞാൻ ദ്രോണ നോട്ട്സ് മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എൻ്റെ എൻട്രൻസ് ടൈമിൽ. അത് തന്നെ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയായിരുന്നു ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. പിന്നെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂരായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. ഞാൻ എല്ലാ ക്ലാസ്സും പോയിട്ടുണ്ട്, ഒരു ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല. കാരണം അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഞാൻ എൻജോയ് ചെയ്തിരുന്നു അത്രത്തോളം. ദ്രോണയിൽ വന്നതിന് ശേഷം എങ്ങനെ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോട് കൂടെ എങ്ങനെ പഠിക്കണം, എങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കണം എന്നൊക്കെ ഞാൻ അപ്പോഴാണ് കുറേയൊക്കെ പഠിച്ചത്. എൻജോയ് ചെയ്ത് പഠിക്കുക, ഒരു സ്ട്രെസ്സും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സ്ട്രെസ് തോന്നുമ്പോഴും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാനും ടീച്ചേഴ്സ് കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഡീമോട്ടിവേറ്റഡ് ആയ സമയത്ത് മോട്ടിവേറ്റ് ചെയ്യാനും, എക്സാം തീർന്നവരെ എക്സാം തീർന്നതിന് ശേഷം എല്ലായ്പ്പോഴും അവിടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് വളരെ വലിയൊരു ഇൻസൈറ്റ്, എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അവിടെ. ഇപ്പോഴും അതെ, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ അവിടെ ദ്രോണയിൽ ജോയിൻ ചെയ്യുന്നതിന് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ പല ടീച്ചേഴ്സായിട്ട് കോൺടാക്റ്റും വന്നു. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട കോളേജിൽ ഇഷ്ടപ്പെട്ട PG ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ധൈര്യമായിട്ട് ദ്രോണയിൽ ജോയിൻ ചെയ്തോളൂ, എല്ലാവരും കൂടെ ഉണ്ടാവും. ഇപ്പോൾ ദ്രോണയുടെ 2026 ബാച്ച് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷസ്, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.